പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വർക്ക് ഏതാണ്? ഏറ്റവും പ്രാധാന്യമുള്ള വർക്ക് നമ്മുടെ തന്നെ രൂപീകരണമാണ്. മറക്കരുത്, നമ്മളെ ഫോം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്. നമ്മൾ ഒരു മാസ്റ്റർ പീസായി മാറുക. നമ്മളാകുന്ന ക്യാൻവാസിൽ നമ്മൾ ചെയ്യുന്ന പെയിന്റിംഗ് ആണ് ഏറ്റവും വലിയ മാസ്റ്റർ പീസ്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷെ അതോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള സംഭവമാണ് നമ്മുടെ മക്കളുടെ വികാസം. മക്കളെ ശ്രദ്ധയോടെ ജാഗ്രതയോടുകൂടെ വളർത്തിയെടുക്കുന്നത്. എനിക്ക് 4 മക്കളുണ്ട്. സാധാരണ ഒരു വലിയ പേരന്റിങ് എക്സ്പെർട്ട് പറഞ്ഞു എനിക്ക് 4 തിയറീസ് ഉണ്ട് പേരന്റിങ്ങിനെ പറ്റി. പക്ഷേ ഉണ്ടായിരുന്നു, ഞാനത് എല്ലാവരോടും പറയുമായിരുന്നു. പക്ഷെ ഇപ്പം 4 മക്കളുണ്ട്, അതുകൊണ്ട് ഇപ്പം എനിക്ക് ഒരു തിയറിയും ഇല്ലെന്ന് ഒരു വലിയ പേരന്റിങ് എക്സ്പെർട്ട് ഒരിക്കൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പേരന്റിങ് ട്രെയിനറും യൂട്യൂബറും ഒക്കെയാണ്. എനിക്ക് 34,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. മാജിക് മോട്ടിവേഷൻ എന്നാണ് ചാനലിൻ്റെ പേര്. വാല്യൂസും പേരന്റിങ്ങും ഒക്കെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഞാൻ ടോക്കുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം വാല്യൂസിൻ്റെയും പേരന്റിങ്ങിൻ്റെയും ടോക്കുകളാണ്. അപ്പം എനിക്ക് 4 മക്കളുണ്ട്, പക്ഷേ ഇപ്പം തിയറി ഒന്നുമില്ല. 4 പേരെ വളർത്തിയെടുത്തപ്പം നമ്മുടെ തിയറികളെല്ലാം എന്ത് ചെയ്തു? അപ്രത്യക്ഷമായി പോയി. എങ്കിലും എനിക്ക് പറയാനായിട്ടുള്ളത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു മാസ്റ്റർ പീസ് ആക്കി മാറ്റുന്നതിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പറയുന്നത്, ഇന്ത്യയുടെ മുൻ വൈസ് ചാൻസലർ ഒക്കെ ആയിരുന്ന ഡോക്ടർ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി ഭാരതത്തിന്റെ ഭാവി ഭാഗതയും രൂപപ്പെടുന്നത് നമ്മുടെ ക്ലാസ് മുറികളിലാണെന്നൊക്കെ പറഞ്ഞ ഡോക്ടർ കോത്താരി വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്ന നിർവചനമാണ്. അദ്ദേഹം പറയുകയാണ്, അധ്യാപകന്റെ പരിപക്വമായ വ്യക്തിത്വം വിദ്യാർത്ഥിയിലേക്ക് ഒഴുകുന്നതാണ് വിദ്യാഭ്യാസം. എനിക്ക് പക്ഷേ ആ ഡെഫിനിഷനോട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളെയല്ലേ കൈകാര്യം ചെയ്യുന്നത്. വീടാണെങ്കിലോ അച്ഛനും അമ്മയും എന്ന് പറയുന്ന 2 ടീച്ചേഴ്സും ഒരു കുട്ടിയും. ഏതാണ് ഇഫക്റ്റീവ്? ഒരു ടീച്ചർ 40 പേരെ ട്രെയിൻ ചെയ്യുന്നതാണോ, അതോ 2 ടീച്ചേഴ്സ് ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്യുന്നതാണോ? ഡെഫിനറ്റ് ആയിട്ട് വീട്ടിലെ പരിശീലനമാണ് കൂടുതൽ ഇഫക്റ്റീവ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് എന്താണ്, മാതാപിതാക്കളുടെ പരിപക്വമായ വ്യക്തിത്വം മക്കളിലേക്ക് ഒഴുകുന്നതാണ് വിദ്യാഭ്യാസം. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ ഇനിയും പക്വത പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഇനിയും നല്ല പുസ്തകങ്ങൾ വായിക്കണം, ടി വിയിൽ നല്ല പരിപാടികൾ കാണണം, ക്വാളിറ്റി പ്രോഗ്രാംസ് നമ്മൾ കാണണം. അങ്ങനെ നമ്മുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമ്പോൾ അറിയാതെ കുട്ടിയും നന്നാവും. ഈ കരിക്കട്ട തീക്കട്ടയാവാൻ എന്തേലും ചെയ്യണോ? വേണ്ട. തീക്കട്ടയ്ക്കകത്തിട്ട് ജമ്പ് ചെയ്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് തീക്കട്ടയ്ക്കകത്ത് കിടക്കുന്ന കരിക്കട്ട തീക്കട്ടയായിക്കൊള്ളും. തീക്കട്ടയായ ഒരു അച്ഛൻ ഒരമ്മ, അവരുടെ ഇടയ്ക്കുള്ള ഒരു കുഞ്ഞുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് തീക്കട്ടയാവും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇനിയും കൂടുതൽ വായിക്കാനും ചിന്തിക്കാനും കൂടുതൽ കമ്മിറ്റഡ് ആവാനും കൂടുതൽ വാല്യൂ ഓറിയന്റഡ് ആകാനും ശ്രമിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാവും. എന്നെ കറണ്ടടിച്ചാൽ എന്നെ തൊടുന്നവരെ കറണ്ടടിക്കും. അപ്പൊ മാതാപിതാക്കന്മാർ അടുത്ത ലെവൽ ഓഫ് എക്സലൻസിലേക്ക് ഉയർന്നാൽ മക്കൾ നന്നാവും. ഒന്നാമത്തെ പോയിന്റ് അതാണ്. 2, എന്താണ് വിദ്യാഭ്യാസം എന്ന് നമ്മൾ അറിയണം. നമ്മുടെ എല്ലാവരുടെയും വിചാരം A+ നേടുന്നതാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ്. അല്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഉത്തമ അംശങ്ങൾ പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു IAS ഓഫീസർ, കേന്ദ്രമന്ത്രിയും കേരളത്തിലെ MLA ഒക്കെ ആയ കണ്ണന്താനം സാറിൻ്റെ മകൻ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആർട്ടിസ്റ്റിക് സ്കൂളിലൊക്കെ പോയി പഠിച്ച് വേൾഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിയിരിക്കുവാണ്. അപ്പം എന്താണ് സംഭവം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിയുടെ അകത്തുള്ള ബെസ്റ്റ് പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അകത്തൊരു ആർട്ടിസ്റ്റാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പുറത്തെടുക്കണം. അകത്ത് സച്ചിൻ തെണ്ടുൽക്കർ ആണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറെ പുറത്തെടുക്കണം. അപ്പൊ സച്ചിൻ തെണ്ടുൽക്കറെ നമ്മൾ പാട്ട് പാടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നാലോ മാതാപിതാക്കള് പരാജയമായി പോകും. പക്ഷെ യേശുദാസിനെ ക്രിക്കറ്റ് കളിപ്പിക്കാൻ പരിശ്രമിച്ചാലോ അവിടെയും പരാജയമായി പോകും. അതുകൊണ്ട് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് കുട്ടിയുടെ ഉള്ളിലുള്ള ബെസ്റ്റ് പുറത്തെടുക്കുന്നതാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ബെസ്റ്റ് പുറത്തെടുക്കണം. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ആത്മാവിൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കുന്നതാണ് കുട്ടികളുടെ മൂല്യബോധമാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്
മനസ്സിന്റെ ബെസ്റ്റ് പുറത്തെടുക്കുന്നത്. അതിന് നല്ല വായന വേണം, നല്ല വായന വേണം കുട്ടികൾക്ക്. അവർക്ക് നല്ല പരിശീലന പരിപാടികളിൽ അവര് പങ്കെടുക്കണം. എപ്പോഴും വീട്ടിൽ ചർച്ചകൾ ഉണ്ടാകണം. അതോടൊപ്പം ശരീരത്തിന്റെ വികാസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിക്ക് കളിക്കാൻ അവസരം ഉണ്ടാകണം. നിങ്ങൾ കൂടുതൽ വായിച്ചു നോക്കിക്കൊള്ളൂ. ഒരു കുട്ടിയുടെ വൈജ്ഞാനിക വികാസം ശാരീരികമായ വികാസവുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. കുട്ടി പഠിച്ചു മിടുക്കനാവണമെങ്കിൽ അവൻ കളിക്കുന്ന കുട്ടിയാവണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കളി. സെറട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ ഒക്കെ ഉള്ള പോസിറ്റീവ് ഹോർമോൺസ്, ഓക്സിറ്റോസിൻ ഒക്കെ ഉണ്ടാകുന്നത് കളിക്കുന്ന കുട്ടിക്കാണ്. കളി, ശാരീരികമായ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഈ വറുത്തത്, മെഴുക്ക് പുരട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച്, സാലഡ്, ജ്യൂസ്, പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ജാഗ്രത നമ്മൾ കാണിക്കണം മാതാപിതാക്കൾ. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. അരിസ്റ്റോട്ടിൽ പറയുകയാണ്, സൗണ്ട് മൈൻഡ് എക്സസിന് സൗണ്ട് ബോഡി. നല്ല ഒരു ശരീരത്തിലാണ് നല്ല ഒരു മനസ്സുള്ളത്. അതുകൊണ്ട് ഓവർ ചിക്കൻ ഒന്നും കൊടുക്കരുത്. കാരണം ഒത്തിരി ചിക്കനൊക്കെ തിന്നാൽ നമ്മുടെ കുട്ടികൾ അമിതമായി വണ്ണം വെക്കും. കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കൂടുതൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഈ വളർച്ചാ ഹോർമോണുള്ള ചിക്കനൊക്കെ ഒരാൾ തിന്നാൽ അപ്പം ആ വളർച്ചാ ഹോർമോൺ നമ്മുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പം ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് സംഭവിച്ച് കുട്ടികൾ അമിതമായിട്ട് വണ്ണം വെക്കും പെട്ടെന്ന്. മാത്രമല്ല സമയമാകുന്നതിന് മുമ്പേ അവർ ശാരീരിക പക്വത പ്രാപിക്കും. അത് അപകടമാണ്. ബൈബിളിലെ ഉത്തമഗീതത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്, സമയമാകുന്നതിന് മുമ്പേ എൻ്റെ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ എന്ന്. ഇതാണ് വാക്യം. കുട്ടികള് അവർ മാനസിക പക്വത പ്രാപിക്കുന്നതിന് മുമ്പേ ശാരീരിക പക്വത പ്രാപിച്ചു കഴിഞ്ഞാൽ അത് അപകടമാണ്. ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, മാതാപിതാക്കൾക്ക് ഒരു നല്ല ലക്ഷ്യമുണ്ടാകണം. എൻ്റെ മകൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കുകാരനാകണമെന്നുള്ളതാകരുത് നമ്മുടെ ലക്ഷ്യം. പഠിത്തത്തിന് പ്രാധാന്യമുണ്ട്, മറക്കരുത്. പഠിത്തത്തിന് ഡെഫിനറ്റായിട്ട് പ്രാധാന്യമുണ്ട്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഒന്നാമനാകാനല്ല, നന്നാവാൻ. ഫസ്റ്റ് ആകാനല്ല, ബെസ്റ്റ് ആകാൻ. ഇതായിരിക്കണം നമ്മുടെ മക്കളെ പറ്റിയുള്ള നമ്മുടെ സ്വപ്നം. കറക്റ്റായിട്ട് അത് ഓർത്ത് വെക്കണം. എങ്കിലേ എന്ത് ചെയ്യൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തുലിതമായി വികസിക്കൂ. മാർക്കൊക്കെ കുറഞ്ഞു വരുമ്പം ഹഗ് ചെയ്ത് സാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്നിട്ട് പക്ഷെ അവരെ എൻകറേജ് ചെയ്യണം. അവർക്ക് റെമഡിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കണം. പക്ഷേ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം മാർക്കാണെന്നുള്ള പിക്ചർ കൊടുത്തു കളയരുത്. കാരണം ഞാൻ പണ്ട് ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടി മാർക്ക് കുറഞ്ഞു. അവൻ വീട്ടിലോട്ട് തിരിച്ചു വന്നില്ല പ്രിയപ്പെട്ടവരെ. അവൻ കഴക്കൂട്ടത്തെ ഒരു വലിയ പാറയുടെ മുകളിൽ പോയിരുന്നു. എന്നിട്ട് അവസാനം ഈ പേരൻസ് സന്ധ്യയായി തപ്പിപ്പിടിച്ച് അവസാനം സ്കൂളിനടുത്തുള്ള ആ പ്രദേശങ്ങളെല്ലാം തപ്പിപ്പിടിച്ച് പോയി കുട്ടിയെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. കാരണം മാർക്ക് കുറഞ്ഞപ്പോൾ എങ്ങനെ എനിക്കിത് വീട്ടിൽ പറയാൻ പറ്റും? പേടി കൊച്ചിന്. അതുകൊണ്ട് അവൻ വീട്ടിലോട്ട് പോകാൻ തയ്യാറല്ല. അപ്പൊ ഇതുപോലെ മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് പേടിച്ച ഒരു കുട്ടി ഒരു ട്രെയിനിൽ കയറിപ്പോയി. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആ കുട്ടിയെ കൊണ്ട് ആ മാതാപിതാക്കന്മാർ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വീട്ടിലോട്ട് അവന് കിട്ടിയ മാർക്കുമായിട്ട് പോകാൻ പേടിയാണ്. കാരണം അമ്മ എന്ത് പറയും, അച്ഛൻ എന്ത് പറയുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം ഡെവലപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടി ഫസ്റ്റ് ആകാനല്ല, ബെസ്റ്റ് ആകാൻ, ഒന്നാമനാകാനല്ല, നന്നാവാൻ. ഇനി നാലാമത്തെ കാര്യം, 4 types ഓഫ് പേരന്റിങ് ഉണ്ട്. ഒന്ന്, അതോറിറ്റേറിയൻ പേരന്റ്, ഒരു രാജാവിനെ പോലെ ഞാൻ പറയും നിങ്ങൾ ചെയ്താൽ മതി, മോശം പേരന്റിങ് ആണ്. 2, നെഗ്ലെക്ട്ഫുൾ, പിള്ളേരുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കത്തില്ല. പൊതുവെ പുരുഷന്മാർക്കാണ് ഈ അസുഖമുള്ളത്. എല്ലാം ഭാര്യ നോക്കിക്കോളും, നമ്മളൊന്നും എന്ത് ചെയ്യൂല, തൊടൂല്ല. കാരണം പൈസയൊക്കെ ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കുവാണല്ലോ. നെഗ്ലെക്ട്ഫുൾ പേരന്റിങ്, വെരി ബാഡ്. മൂന്നാമത്തത് പെർമിസീവ് പേരന്റിങ്, എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും, കൊടുക്കും. ഒരു പേന ചോദിച്ചാൽ 10 പേന മേടിച്ചു കൊടുക്കും. ഒരു പെൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂട് പെൻസിൽ മേടിച്ചു കൊടുക്കും. വെരി ബാഡ്. പിള്ളേർക്ക് അവരുടെ ജീവിതത്തിൽ അവർ ഈ സാധനങ്ങൾ സൂക്ഷിക്കാനെന്നുള്ള ബോധം പിന്നെ അവർക്ക് ഉണ്ടാവത്തില്ല. അവരതെല്ലാം എന്ത് ചെയ്യും, നിസ്സാരമായിട്ട് കരുതും. എല്ലാ സാധനങ്ങളെ നിസ്സാരമായിട്ട് കരുതും. പാടില്ല. ഏറ്റവും നല്ല പേരന്റിങ് എന്താണെന്ന് അറിയാമോ? അതോറിറ്റേറ്റീവ് പേരന്റിങ്, ഉത്തരവാദിത്വപൂർണമായ രക്ഷാകർതൃത്വം. അതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോ പറയേണ്ട സമയത്ത് എന്ത് ചെയ്യണം, നോ പറയണം. അല്ലാത്ത സമയത്തെല്ലാം ഒരു ഫ്രണ്ടും ആകണം. നമ്മൾ അസേർട്ടീവ് ആകേണ്ട സമയത്ത് അസേർട്ടീവ് ആകണം. അതിനാണ് പേരന്റ്. അത് പക്ഷെ നോ പറയേണ്ട സമയത്ത് നോ പറയണം. ഒരു നോ പറയാൻ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ ചിലപ്പോൾ എന്താണ്, 1000 എസ് പറയുന്നതുകൊണ്ട് ഗുണമില്ല. നോ പറയേണ്ട സമയത്ത് നമ്മുടെ കുഞ്ഞ് എന്ത് പറയണം, നോ പറയണം. ഒരു പെൺകൊച്ച് ഓർഗൻ പിയാനോ പഠിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പൊ പിയാനോ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറ് ഈ കൊച്ചിന്റെ നെഞ്ചത്ത് തൊടാനായിട്ട് പരിശ്രമിച്ചു. കൊച്ച് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് അന്നേരം അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. അമ്മയെടുത്ത് എന്ന് പറഞ്ഞ, അമ്മ എൻ്റെ നെഞ്ചത്ത് തൊടാനായിട്ട് സാറ് പരിശ്രമിച്ചു എന്ന് പറഞ്ഞു. അമ്മ അന്ന് നേരെ വന്ന് പറയുക, സാറേ ക്ലാസ് മതി, ഇന്നത്തെ ക്ലാസ് മതി,
സാറ് കൺക്ലൂഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് സാറിനെ ഇറക്കി വിട്ടു, ക്ലോസ് ചെയ്തു. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ അടുത്ത് പറയാൻ എന്തു വേണം? ഒരു ഫ്രീഡം വേണം, ഒരു സ്വാതന്ത്ര്യ ബോധം. അതാണ് അതോറിറ്റേറ്റീവ് പേരന്റിങ്. എന്നാൽ അവരുടെ അടുത്ത് എന്താണ്, നോ പറയേണ്ട സമയത്ത് നോയും പറയണം. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കുട്ടികളോട് ചർച്ച ചെയ്യണം. ഒരു പുതിയ ബൈക്ക് വാങ്ങുക, ഏത് വേണം, ചർച്ച നടക്കട്ടെ. അപ്പൊ ചർച്ച വരുമ്പോൾ അവരുടെ ഒപ്പീനിയൻസ് എടുക്കണം. ഈ അഡolescent ഏജിലേക്ക് കുട്ടികളും ഹൈസ്കൂളിലേക്ക് കുട്ടികളും അവരുടെ അഭിപ്രായങ്ങൾ പേരൻസ് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈ 4 തരം പേരന്റിങ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല പേരന്റിങ് നോ പറയേണ്ട സമയത്ത് നോ പറയുന്ന പേരന്റിങ് ആണ്. എന്നാൽ കുട്ടികളോട് ഭയങ്കരമായ സ്നേഹം, അവരോട് കളിക്കുകയും അവരോട് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്ത് ഒരു ബെസ്റ്റ് ഫ്രണ്ടായി മാറണം. അതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി വായിക്കാം, ചിന്തിക്കാം. പക്ഷെ നമ്മുടെ പ്ലാൻസ് മക്കളിലോട്ട് അടിച്ചേൽപ്പിക്കരുത്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ പ്ലാന്. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഒരു പാട്ടുകാരനായിരിക്കും, കൊച്ചിന്റെ ഉള്ളിലിരിക്കുന്നത് ഒരു പ്രോഗ്രാമർ ആയിരിക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിലെ പാട്ട് അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചാൽ ശരിയാവത്തില്ലല്ലോ. ഇനി ചൈൽഡ്സ് പ്ലാനോ കുട്ടിയുടെ പ്ലാൻ അത് ഫൈനലായിട്ട് എടുക്കാമോ? പാടില്ല. കുട്ടിയുടെ പ്ലാനും ഫൈനലായിട്ട് എടുക്കും. എങ്ങനെയാണ് കുട്ടി ഒരു കാര്യം തീരുമാനിക്കുന്നതെന്നറിയാം? നന്നായിട്ട് ഷൈൻ ചെയ്യുന്ന ഒരു സിനിമാ താരത്തെ കണ്ട് എല്ലാവരും പോയി സിനിമാ താരത്തിൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് മേടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചെന്തോ വിചാരിക്കും? എനിക്ക് എന്തായാൽ മതി, സിനിമാ താരമായാൽ മതി. അതിന് എന്ത് സ്കിൽസ് വേണം, അതുകൊണ്ട് എന്ത് ഗുണം, എന്ത് ദോഷം എന്നൊന്നും കുട്ടി ചിന്തിക്കുന്നില്ല. കാരണം ഫോർമൽ തിങ്കിങ് ഒരു കുട്ടിക്ക് വരുന്നത് 21-22 ഇയേഴ്സ് ആകുമ്പോഴാണ്. ശാസ്ത്രീയമായിട്ട് കാര്യകാരണ സഹിതം ഒരു കുട്ടി ചിന്തിക്കുന്നതിന് അവൻ 21, 22, 23 ഇയേഴ്സ് ആകണം. അതുവരെയുള്ള അവരുടെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് മതി എന്നങ്ങ് തീരുമാനിക്കുന്നു. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മൾ ചെയ്യേണ്ടത് കുട്ടിയുടെ വാസന എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുമ്പോഴാണ് അവൻ എൻജോയ് ചെയ്യുന്നത്, എന്ത് കാര്യത്തിലാണ് അവന് ക്രിയേറ്റിവിറ്റി ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പേരൻസിന് പറ്റും, സ്കൂളിലെ ടീച്ചേഴ്സിന് പറ്റും. പക്ഷെ നന്നായിട്ട് അത് പറ്റുന്നത് ആർക്കാണ്? പേരൻസിന്. എന്ത് കാണുമ്പോഴാണ് നമ്മുടെ കുഞ്ഞിന്റെ കണ്ണ് തിളങ്ങുന്നത്? അനേകം പുസ്തകങ്ങളിലിടയ്ക്ക് ഏത് പുസ്തകത്തിലാണ് അവന്റെ കണ്ണ് വീണത്? ഈ കാണുന്ന കാഴ്ചകളിൽ അവൻ ഏതാണ് ശ്രദ്ധിച്ചത് എന്നൊക്കെ ആര് ശ്രദ്ധിക്കണം? നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴേ അവന്റെ ഉള്ളിലെ ജീനിയസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റൂ. അതുകൊണ്ട് ശരിക്ക് പേരന്റിങ്ങിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നതല്ല. ഒരു സ്പിരിച്വൽ നോട്ടോടുകൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ ഗോഡ്സ് പ്ലാൻ എന്താണോ അത് നമ്മുടെ കുഞ്ഞിൻ്റെ ഉള്ളിൽ നടക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം നമ്മളിടുന്ന പ്ലാനിനെക്കാട്ടിൽ മെച്ചമായിരിക്കും ആരുടെ പ്ലാൻ? ഗോഡ്സ് പ്ലാൻ. അത് കുട്ടിയെ കൂടുതൽ ഹാപ്പി ആക്കുന്ന, സക്സസ്ഫുൾ ആക്കുന്ന പ്ലാൻ ആയിരിക്കും. 6ാമത്തെ ചിന്ത, അത് ഈ 5ാമത്തെ ചിന്തയുമായിട്ട് ചേർന്ന ചിന്തയാണ്. ഖലീൽ ജിബ്രാന്റെ വാക്കുകളാണ്. യുവർ ചിൽഡ്രൻ കെയിം ത്രൂ യു, നോട്ട് ഫ്രം യു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിലൂടെ വന്നതേ ഉള്ളൂ. അവർ പൂർണ്ണമായിട്ട് ആരുടേതല്ല, നിങ്ങളുടേതല്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കരുത്. ഡോക്ടർ ആവാൻ പറ്റിയില്ല, കുഞ്ഞു ഡോക്ടർ ആയേ പറ്റൂ. അവസാനം ഇവിടെ അഡ്മിഷൻ കിട്ടാതെ എവിടെ വിടുവാണ്? കാനഡയിലോട്ട് വിടുവാണ്. 50 ലക്ഷം രൂപ മുടക്കി. ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കുട്ടി വയ്യാന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? തിരിച്ചു വന്നു. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവനെ വേറെ സാധനത്തിന് വിട്ടു. അപ്പൊ അവന് ഇഷ്ടമുള്ള സാധനത്തിന് വിട്ടു. അവൻ അവിടെ ക്ലിക്കായി സക്സസ്ഫുൾ ആയി പോവുകയാണ്. എനിക്കറിയാവുന്ന ഒരു കഥ വേണം. മെഡിസിന് വേണ്ടി ഒരു കുട്ടിയെ വിട്ടു, അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. 10-35 ലക്ഷം രൂപ പോയി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടി പോയി. ഡിഗ്രിയും PGയും കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്കയിൽ പ്രോഗ്രാമറായിട്ട് നല്ല സാലറിയോടുകൂടെ ജോലി ചെയ്യുന്നു. അപ്പം നമ്മുടെ സ്വപ്നം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത് എന്ന് പറഞ്ഞത് ഖലീൽ ജിബ്രാൻ. യുവർ ചിൽഡ്രൻ കെയിം ത്രൂ യു, നോട്ട് ഫ്രം യു. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് അവരെ ഒന്നിനും പ്രഷറൈസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. 7ാമത്തത് മൊബൈൽ ഫോൺ. അച്ഛൻ അത് ഭംഗിയായിട്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നൊരു സാധനം ഇനി നമ്മുടെ ഫ്രണ്ടിൽ ഇല്ല. നോ ചോയ്സ്. അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. അതിന് നല്ല സാധനമാണ് മൊബൈൽ ഫോൺ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. എന്റർടൈൻമെന്റിന് വേണ്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, പക്ഷെ പുട്ടിനിടയ്ക്ക് തേങ്ങാപ്പീര പോലെ മതി. അങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ കുട്ടി അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെയുള്ള അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടി അങ്ങനെ ആവും. അപ്പൊ കുട്ടികളെ കാണിക്കേണ്ട സാധനങ്ങൾ പറയട്ടെ. M4 ടെക് നല്ല ചാനലാണ്. M4 ടെക് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന ചാനല്. അടുത്തത് SKJ ടോക്സ്. SKJ ടോക്സ് നല്ല ചാനലാണ്, എക്സെപ്ഷണൽ ചാനൽ.
ഇന്ന് രാവിലെ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കും എൻ്റെ പിള്ളേരിന്ന് SKJ ടോക്സ് കാണുക. അവർ വെറുതെ ഫിഷിംഗ് ഫ്രീക്സ് കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ SKJ ടോക്സ് കാണും. അപ്പൊ അവരെ അങ്ങോട്ട് ട്യൂൺ ചെയ്ത് അങ്ങോട്ടാക്കി. അടുത്തത് അലക്സ് പ്ലെയിൻ. കുഞ്ഞുങ്ങൾ IAS വരെ എത്തും അലക്സ് പ്ലെയിൻ കണ്ടാൽ, മറക്കരുത്. അനുരാഗ് ടോക്സ് മനസ്സിൽ കുറിച്ചിട്ടോ ഈ സംഭവങ്ങൾ. പിന്നെ എൻ്റെ യൂട്യൂബ് സന്ദർശിച്ചാൽ ഞാനിത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടും കേട്ടോ, പിന്നെ നിങ്ങൾക്ക് കേൾക്കാം. അടുത്തത് ധ്രുവ് രാത്തിയുടെ ചാനൽ. ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ചാനൽ, ഇൻഫർമേഷൻസ്, വിസ്ഡം ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുക്കുന്ന ചാനൽസിലോട്ടൊക്കെ ആരെ ഗൈഡ് ചെയ്യണം? നമ്മുടെ കുട്ടികളെ ഗൈഡ് ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുവാണ്. മൊബൈൽ ഫോൺ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം. എട്ടാമത്തത്, നമ്മുടെ കുട്ടികൾക്ക് മുന്നിലുള്ള ചതിക്കുഴികൾ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. നേരത്തെ തന്നെ ഇതൊക്കെ ചർച്ചാ വിഷയമാകണം. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഒരു ചർച്ച നടത്തി സൂയിസൈഡിനെ പറ്റി. അപ്പം ഞാൻ സൂയിസൈഡിനെ പറ്റി ചർച്ച നടത്തി. എൻ്റെ മക്കൾ 4 പേര്, ഞങ്ങൾ 6 പേരും കൂടെ ചുമ്മാ അത് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരുന്നപ്പം ഒരു ചർച്ചാ വിഷയം, എന്താ ഒരാൾ സൂയിസൈഡ് ചെയ്ത ഒരു വാർത്ത കേട്ടു. അപ്പം ഞാൻ ആ വാർത്ത കുട്ടികൾ കേട്ടു. അപ്പോൾ ഉടനെ ഞാൻ സൂയിസൈഡിനെ പറ്റി ചർച്ച നടത്തി. ഞാൻ മക്കളോട് പറഞ്ഞു, ഒരാൾ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഗുണം, എന്ത് ദോഷം? അവർ തന്നെ പറയുക, പിള്ളേർ തന്നെ പറയുക, സൂയിസൈഡ് ചെയ്യുന്ന ആൾ എന്താണ്, ആക്ച്വലി ഒരു ഭീരുവാണ്. പുള്ളി പ്രശ്നത്തെ എന്ത് ചെയ്തില്ല, ഫേസ് ചെയ്തില്ല. മാത്രമല്ല, സൂയിസൈഡ് ചെയ്ത ആള് വലിയൊരു ദ്രോഹം ചെയ്തു. എന്താ ദ്രോഹം? ഏറ്റവും പ്രിയപ്പെട്ട അപ്പനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എല്ലാം ഏറ്റവും കൂടുതൽ ഈ കുട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കുക? കണ്ണീര് കൊടുക്കുക. മാത്രമല്ല, അനിയനും ചേട്ടനും എന്താണ്, ഈ സൂയിസൈഡ് ചെയ്ത കുട്ടി ഭാവി കുറേ നാൾ കഴിഞ്ഞ് ഒരു കല്യാണം, ചേട്ടനോ അനിയനോ ഒരു അനിയത്തിക്കോ ഒക്കെ ഒരു കല്യാണം വരുമ്പോൾ പോലും ആളുകൾ പറയും, പണ്ടൊരു മരണം നടന്ന വീടാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു സംഭവമല്ലേ സൂയിസൈഡ്? അത് ഭീരുത്വമല്ലേ? പ്രശ്നങ്ങളെ ധൈര്യത്തോടു കൂടെ നേരിടുന്നതാണ് നല്ലതെന്നുള്ള ഒരു ചർച്ച വരികയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാകണം. മുന്നിലുള്ള ചതിക്കുഴികളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ചാറ്റ് ചെയ്യാൻ വേണ്ടി ആണുങ്ങളായിട്ട് വരുന്നത് 95% ആരാണ്? പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളായിട്ട് വരുന്നതിന് 95% ആരാണ്? ആണുങ്ങളാണ്. ആളുകൾ പറയുന്ന ഏജ് ഒന്നും എന്തല്ല, കറക്റ്റ് അല്ല. തിരുവനന്തപുരത്ത് ഈയിടയ്ക്ക് ഒരു പെങ്കൊച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുവാണ് കേട്ടോ. ചാറ്റ് ചെയ്ത് വന്നതാ. അപ്പൊ 24 വയസ്സുള്ള ഒരു ചെറുക്കനെയാണ് എന്ത് ചെയ്തത്, പ്രതീക്ഷിച്ച് 24 വയസ്സുള്ള ചെറുക്കന് വേണ്ടി ചാറ്റ് ചെയ്ത് ഒരു കുഞ്ഞുമായിട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് അടുത്ത് വന്ന് നിന്ന് അവസാനം കൊണ്ടുപോകാൻ വേണ്ടി ആള് വന്നു കഴിഞ്ഞപ്പോൾ എത്രയാണ്, 64 വയസ്സുള്ള ഒരു ഓട്ടോ ഡ്രൈവറാ 24 വയസ്സുകാരനായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര കരച്ചിലും നിലവിളിയൊക്കെ ആയി. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ പോലീസുകാർ ആ പെൺകുട്ടിയെ ട്രെയിനൊക്കെ കയറ്റി സ്വന്തം നാട്ടിലോട്ട് വിട്ടു, കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം നേരത്തെ. ഇങ്ങനെ അപകട സാധ്യതകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. 9ാമത്തെ കാര്യം, ലഹരി. ലോകത്തെ ഏറ്റവും വലിയ റിസോഴ്സ് ഹ്യൂമൻ ബ്രെയിൻ ആണ്. ഹ്യൂമൻ ബ്രെയിനെ എന്ത് തകർത്ത് കളയും? ലഹരി തകർത്ത് കളയും. അമ്മ ആരാണ്, മകൾ ആരാണ്, ഭാര്യ ആരാണ്, സഹോദരി ആരാണ്, ഫ്രണ്ട് ആരാണെന്നൊന്നും ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഓർമ്മ വരത്തില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രൈമിൻ്റെ പ്രധാനപ്പെട്ട വില്ലൻ ആരാണ്? ലഹരിയാണ്. ലഹരി ഉപയോഗിക്കുന്ന കഥാപാത്രമാണ്. ഡൽഹിയിലെ ആ പെൺകുട്ടിയൊക്കെ ഉപദ്രവിച്ചില്ലേ? പെൺകുട്ടിയുടെ ദേഹത്തിനകത്ത് കമ്പിയൊക്കെ കുത്തി കയറ്റി. ഒരു കൊച്ചു പയ്യൻ, 16 വയസ്സുള്ള ഒരു കുട്ടിയാണ് അങ്ങനെ ചെയ്തത്. എന്താ കാര്യം? ലഹരി ഉപയോഗിച്ചിരിക്കുകയാണ്. അവന് ബോധമില്ല, എന്താ ചെയ്യുന്നതെന്ന് അവൻ അറിയില്ല. ആ പെൺകുട്ടിയെ സർജറി നടത്തി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സർജറി നടത്തിയപ്പം ഇന്റേണൽ ആയിട്ടുള്ള ചെറുകുടലിന്റെ 95% കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വന്നത്. 5 ദിവസങ്ങൾക്കുള്ളിൽ ആ പെൺകുട്ടി മരിച്ചുപോയി. നമുക്കറിയാവുന്ന കഥയാണ്. എന്താ കാര്യം? ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരിയാണ് വില്ലൻ. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കാലയിൽ ഇപ്പം ചെറുതായിട്ട് ചുരണ്ടിയിട്ട് കാലേ സ്റ്റിക്കർ ഒട്ടിക്കും. ഇത് ദേഹത്താണ് ചെറുതായിട്ട് ഇങ്ങനെ മാന്തിയിട്ട് പൊടിയിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഇങ്ങനെ തുടങ്ങി പുതിയ സാധനങ്ങൾ വരുക. മണക്കുന്ന സാധനങ്ങളുണ്ട്, പുതിയ ലഹരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ അഡിക്റ്റായി പോകുന്ന ലഹരികളുടെ കാലമാണ് ഇത്. അതുകൊണ്ട് കുട്ടികളുമായിട്ട് കൂട്ടുകൂടുക. അവരുടെ ഇങ്ങനെയൊക്കെയുള്ള അപകട സാധ്യതകളെ പറ്റി നമ്മൾ നേരത്തെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല, അത് എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും ധൈര്യമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടാകണം? കുട്ടിക്കുണ്ടാകണം. അയ്യോ, ഇത് പപ്പയുടെ അടുത്ത് പോയി, അല്ല അമ്മയുടെ അടുത്ത് പോയി, അച്ചാച്ചൻ്റെ അടുത്ത് അല്ലെങ്കിൽ ബാപ്പയുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്പ എല്ലാം കുളമാക്കി കൊല വിളിക്കും എന്നൊരു ഭയം കുട്ടിക്കുണ്ടെങ്കിൽ സംഭവിക്കുന്ന ചെറിയ അപകടങ്ങൾ കുട്ടി പറയില്ല. അപ്പം വലിയ അപകടത്തിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഗീവ് ദം ഫ്രീഡം.
അവരോട് ഓപ്പണായിട്ട് സംസാരിക്കണം, അവർക്ക് ധൈര്യമുണ്ടാകണം നമ്മളടുത്ത് എന്തും പറയാൻ. 10ാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, കുട്ടികളുടെ മുറി തുറന്നിടാൻ അവരെ എൻകറേജ് ചെയ്യണം. എപ്പോഴും അടച്ച മുറിയിൽ അവരിയ്ക്കാൻ സമ്മതിക്കരുത്. മാക്സിമം അവരെ എല്ലാവരുടെയും കൂടെ സ്പെൻഡ് ചെയ്യട്ടെ. ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിക്കുമ്പം അവർ ഫ്രണ്ട് മുറിയിൽ ഇരുന്ന് ഉപയോഗിക്കട്ടെ. നല്ല സാധനങ്ങളിലോട്ട് പെട്ടെന്ന് പോവും. നിങ്ങൾക്കറിയാമോ, നല്ല സാധനങ്ങൾ പെട്ടെന്ന് പോപ്പപ്പായിട്ട് വരത്തില്ല. പക്ഷെ മോശം സാധനങ്ങൾ എന്ത് ചെയ്യും? പോപ്പപ്പായിട്ട് വരും. നമ്മൾ സെർച്ച് ചെയ്യാതെ തന്നെ കയറി വരും. അതുകൊണ്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതൊക്കെ ഫ്രണ്ട് മുറിയിലൊക്കെ ആക്കാനായിട്ട് പരിശ്രമിക്കുക. അതാണ് 11ാമത്തെ കാര്യം. 12 നോ ദ നീഡ്സ് ഓഫ് യുവർ ചിൽഡ്രൻ. മക്കളുടെ ആവശ്യങ്ങൾ അറിയണം. സ്നേഹം, നല്ല വാക്ക്, ടൈം കൊടുക്കണം, ടച്ച്, അവരെ ഹഗ് ചെയ്യണം, അവരുടെ കൂടെ നടക്കാൻ പോകണം, അവരുടെ കൂടെ കളിക്കണം, ചിരിക്കണം, പുറത്ത് പോയി കഴിക്കണം, നല്ല സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കണം, നല്ല ചലച്ചിത്രങ്ങൾ, ഹോം പോലൊക്കെയുള്ള ചലച്ചിത്രങ്ങളൊക്കെ കുട്ടികളെ കാണിക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. കുട്ടികളുടെ ആവശ്യങ്ങൾ അറിയുക. 12ാമത്തെ കാര്യം ഏറ്റവും പ്രധാനം, കഴിയുന്നിടത്തോളം നമ്മുടെ മാതാപിതാക്കളെയും കൂടെ നിർത്തുക. കാരണം അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ കുട്ടി സ്വാഭാവികമായി നല്ല കുട്ടിയായിട്ട് മാറും. കാരണം അവർക്ക് 2 കാര്യങ്ങളുണ്ട്, സമയമുണ്ട്, ക്ഷമയുണ്ട്. നമുക്ക് എന്തില്ല? സമയവും ഇല്ല, ക്ഷമയില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കും. ഒരു കൊച്ച് സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന് ചേച്ചിയെടുത്ത് ചോദിച്ചു, ചേച്ചി വാട്ട് ഈസ് സെക്സ്? ചേച്ചി ഞെട്ടി. കൊച്ചുകുട്ടിയാ. അപ്പൊ നീ പോയി അമ്മയടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അമ്മയടുത്ത് ചോദിച്ചു, അമ്മ വാട്ട് ഈസ് സെക്സ്? അമ്മയുടെ കയ്യിൽ ഒരു ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് തെറിച്ചു പോയി. അമ്മയും ഞെട്ടി. നീ പോയി അപ്പൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൻ വൈകുന്നേരം വന്നപ്പോൾ കുട്ടി എന്ന് ചോദിക്കുക, പപ്പ വാട്ട് ഈസ് സെക്സ്? പുള്ളി പറഞ്ഞു, ചെറിയ വായിൽ ചെറിയ നാക്കുകൊണ്ട് വലിയ വാക്കാണല്ലോ പറയുന്നത്, ഞാനൊന്ന് കുളിച്ചിട്ട് വന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ഇത് അച്ഛനും ഇത് അമ്മ, അച്ഛനും അമ്മയുള്ള സ്നേഹമാണ് സെക്സ്, അങ്ങനെയാണ്, ആ സ്നേഹത്തിലൂടെയാണ് കുഞ്ഞുണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുള്ളിയുടെ ഭാഷയിലെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പം കൊച്ചു ചോദിക്കുക, ഇതെല്ലാം കൂടെ എങ്ങനെ എഴുതുമെന്ന്. എന്നിട്ട് അവന് പുറകെ ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് കാണിച്ച്, സ്കൂളിൽ നിന്ന് ഒരു പേപ്പർ കൊടുത്ത് വന്നിരിക്കുക, നെയിം, അത് കഴിഞ്ഞ് അടിയിൽ സെക്സ്. അവൻ നെയിം എഴുതി, സ്വന്തം പേരെഴുതി, അടിയിൽ സെക്സ് എന്തുവാന്ന് എഴുതാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് ഇതൊരു അപ്പൂപ്പനും അമ്മൂമ്മയും ആണെങ്കിലോ, അപ്പൂപ്പനും അമ്മൂമ്മയുമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരാദ്യമേ മടിയിലോട്ട് പിടിച്ചിരുത്തി 5-6 ഉമ്മയൊക്കെ കൊടുക്കും. എന്നിട്ട് ചോദിക്കും, നല്ല ചോദ്യം, അമ്മൂമ്മ പറഞ്ഞു തരാമേ, എവിടെ നിന്ന് കിട്ടി ഈ ചോദ്യം എന്ന് പറയുമ്പോൾ അവൻ എന്ത് ചെയ്യും? പേപ്പർ എടുത്ത് കാണിക്കും. അപ്പൊ ആണാണെങ്കിൽ M എന്നും പെണ്ണാണെങ്കിൽ F എന്നും എഴുതുന്ന സ്ഥലത്ത് തീരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. അതുകൊണ്ട് കുട്ടികളോട് നല്ലതുപോലെ കൂട്ടുകൂടുക, അവരുടെ കുശലങ്ങളൊക്കെ അന്വേഷിച്ച് നല്ല പേരൻസ് ആയിട്ട് നമുക്ക് മാറാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാസ്റ്റർ പീസ് ആകണം. നമ്മൾ മാസ്റ്റർ പീസ് ആയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാസ്റ്റർ പീസ് ആവും. നമ്മുടെ കുഞ്ഞുങ്ങളെ മാസ്റ്റർ പീസ് ആക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കർമ്മം നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരാൾ ഒരു കലാമും, വേറൊരാൾ ഒരു മഹാത്മാഗാന്ധിയും, വേറൊരാൾ മദർ തെരേസയൊക്കെ ആവുകയാണെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ എന്ത് സംഭാവനയാണ് നമുക്ക് ഈ ലോകത്തിന് നൽകാനായിട്ടുള്ളത്? ക്രിയാത്മകമായ രക്ഷാകർതൃത്വത്തിലൂടെ നമ്മുടെ അടുത്ത തലമുറയെ എക്സെപ്ഷനിലാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. ഫസ്റ്റ് ആകാനല്ല, ബെസ്റ്റ് ആകാൻ, ഒന്നാമനാകാനല്ല, നന്നാവാൻ. ആ മുദ്രാവാക്യത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. താങ്ക് യു വെരി മച്ച്.